ഒരു ഡിഗ്രി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് പഠിത്തത്തിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. കലാരംഗത്ത് പ്രവർത്തിക്കുമ്പോഴും നമുക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കുറവ് എൻ്റെ മകൻ ഉണ്ടാകരുത് എന്ന് ഞാൻ ആശിച്ചു. ജർമ്മനിയിൽ പോകാൻ താല്പര്യമുള്ള കുട്ടികളും എഡ്യൂഫ്ലെയർ വരിക, പഠിക്കുക. ഇതൊരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, നല്ല അന്തരീക്ഷമാണ്, പഠിക്കാനൊക്കെ രസമായിരിക്കും കുട്ടികൾക്ക്. എൻ്റെ പേര് ഷിനോദ്, വീട് മലയാറ്റൂർ എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. ഞാനൊരു കലാകാരനാണ്, കുറച്ച് ടി വിയിലൊക്കെ പ്രോഗ്രാമൊക്കെ ചെയ്ത് കോമഡി പരിപാടിയൊക്കെ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ എൻ്റെ മകൻ അർജുൻ, അവൻ +2 കഴിഞ്ഞപ്പോൾ അവന് പുതിയ ജീവിത തലങ്ങളിലേക്ക് അല്ലെങ്കിൽ അവൻ്റെ ഭാവി ജീവിതത്തിന് വേണ്ടി എന്ത് ചെയ്യും, ഏത് കോഴ്സിൽ പോകും, എന്ത് വിദ്യാഭ്യാസം കൊടുക്കും എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് സോഷ്യൽ മീഡിയയിൽ എഡ്യൂഫ്ലെയർ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെക്കുറിച്ചും ജർമ്മനിയിലുള്ള ജോലി സാധ്യതകളെക്കുറിച്ചൊക്കെ അറിഞ്ഞത്. ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളും ഇവിടുത്തെ ഫാക്കൽറ്റീസിനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയ വിശ്വാസം വന്നു. അങ്ങനെ അവനെ ഞങ്ങൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർത്തു. അവനിപ്പോൾ A1 A2 അത് കഴിഞ്ഞ് B1 കഴിഞ്ഞു, ഇപ്പോൾ B2 തുടങ്ങി. ഇതുവരെയുള്ള അവൻ്റെ ഈ ജർമ്മൻ ലാംഗ്വേജ് ജേണിയിൽ അവൻ വളരെ സക്സസ് ആണ്. അവൻ എല്ലാത്തിലും നല്ല മാർക്ക് തന്നെയുണ്ട്. ഈ എഡ്യൂഫ്ലെയർ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ വന്നതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാകാൻ പോകുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് എഡ്യൂഫ്ലെയറിൽ അവനെ ചേർക്കാൻ കഴിഞ്ഞതും. ഇപ്പോൾ എഡ്യൂഫ്ലെയർ അവന് ചെയ്യുന്ന ഈ സംഭാവനകൾ, ജീവിതത്തിന് വേണ്ടി നൽകുന്ന സംഭാവനകൾക്കും ഒരുപാട് നന്ദിയുണ്ട്. മറ്റുള്ള കുട്ടികളും ഇവിടെ എഡ്യൂഫ്ലെയറിൽ വന്ന് ജർമ്മനിയിൽ പോകാൻ താല്പര്യമുള്ള കുട്ടികളും എഡ്യൂഫ്ലെയർ വരിക, പഠിക്കുക. ഇതൊരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, നല്ല അന്തരീക്ഷമാണ്, പഠിക്കാനൊക്കെ രസമായിരിക്കും കുട്ടികൾക്ക്. എല്ലാവർക്കും എഡ്യൂഫ്ലെയറിലേക്ക് സ്വാഗതം.